നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിജീഷ് ചെട്ടിയാർ. വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ. ഞാൻ ഇന്നുള്ളത് കർണാടകയിലെ ബേലൂരിനടുത്തുള്ള ചെന്നകേശവ ക്ഷേത്രത്തിലാണ്. മലയാളത്തിൽ ഇതിന് സുന്ദരനായ വിഷ്ണുവിൻ്റെ ക്ഷേത്രം, വിജയനാരായണ ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടും. അസ്സൻ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ സ്ഥലം. 1117 വിഷ്ണുവർദ്ധ രാജാവ് യാഗാച്ചി നദിയുടെ കരയിൽ 3 തലമുറകളായി ഏകദേശം 103 വർഷം എടുത്ത് പണിതു എന്നാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യുദ്ധത്തിൽ നിരവധി തവണ ഇതിന് നാശനഷ്ടം സംഭവിക്കുകയും കൊള്ള ചെയ്യപ്പെടുകയും ചെയ്തു. അസ്സൻ ജില്ലയിൽ നിന്ന് 35 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിന് ചുറ്റും രാമായണം, മഹാഭാരതം തുടങ്ങിയതിലെ കഥാസാരങ്ങൾ ചുറ്റും കുത്തിവെച്ചിട്ടുണ്ട്. വാസ്തുവിദ്യകളാൽ സുന്ദരമാണ് ഈ ക്ഷേത്രം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു ക്ഷേത്രം കൂടിയാണിത്. ജൈന ക്ഷേത്രത്തിൽ കാണുന്നത് പോലെ ഉള്ള തൂണുകളും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഈ ക്ഷേത്രത്തിന് 64 മൂലകളും 4 പ്രവേശന കവാടവും 48 തൂണുകളും നിറഞ്ഞതാണ് ഈ സുന്ദരമായ ക്ഷേത്രം. പിന്നെ നക്ഷത്ര അടിത്തറയാണ് ഇതിൻ്റെ ശ്രീകോവിലുകൾക്കൊക്കെ ഉള്ളത്. 3 ശ്രീകോവിലുകളാണ് ഇവിടെ ഉള്ളത്. മേൽക്കൂരയിൽ പോലും അതിൻ്റെ വിഖ്യാതമായ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ വിഗ്രഹം ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കപ്പെട്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏതോ ഒരു മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജയില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ 12ാം നൂറ്റാണ്ടിൻ്റെ സമയങ്ങളിൽ ഒരു മിഷണറിയുടെയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇതും ഇല്ലാത്ത കാലത്ത് ഇത്രയും നന്നായി ഈ അമ്പലം നിർമ്മിക്കുകയും അതിനു വേണ്ടിയുള്ള വസ്തുക്കൾ അവിടെ എത്തിക്കുകയൊക്കെ ചെയ്ത ആ ഒരു സംഭവം തന്നെ മഹാ അത്ഭുതമാണ്. ഏതായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ വഴിയിലൊക്കെ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് സന്ദർശിക്കുക. കാരണം 12ാം നൂറ്റാണ്ടിൽ ഇത്രയും മനോഹരമായ ഒരു അമ്പലം നിർമ്മിച്ച് അതിപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഏതായാലും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തു തന്നതിന് മിസ്റ്റർ വിനീഷ് ചെട്ടിയാർ ആൻഡ് ദീപ രജനീഷ് സന്തോഷം.